സകല ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ കനത്ത മഴയാണ്. ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാണ്. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിന്റെ പേരിൽ ജില്ലാ കളക്ടർ രാവിലെ തന്നെ കാര്യമായി കേൾക്കുന്നുണ്ട്. എന്നാലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നഗര മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണ്. പൂജപ്പുര കേശവൻ നായർ റോഡിൽ മതിലിടിഞ്ഞു വീണിരിക്കുന്നു. ചില മഴക്കെടുതികൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയുമുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലേ. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി. ഷിജോ, ആ കുട അങ്ങനെ തന്നെ അവിടെ നിൽപ്പുണ്ട് എന്ന് വെച്ചാൽ മഴ തുടരുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാര്യമായി മഴ പെയ്യുന്നത്? മഴയ്ക്കൊപ്പം കെടുതികളുമുണ്ടോ ഷിജോ? സൈഫു, നേരത്തെ ലൈവിന് അതുകൊണ്ട് 7 മണി സമയത്ത് എങ്ങനെ കുടപിടിച്ച് നിന്നു അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ നിൽക്കുന്നത്. കാരണം മഴയ്ക്ക് കാര്യമായിട്ടുള്ളൊരു ശമനം ഉണ്ടായിട്ടില്ല. കാരണം ഒരു 5-10 മിനിറ്റ് മഴ പെയ്യാതിരിക്കും, വീണ്ടും അങ്ങ് തകർത്ത് പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മുതൽ നമ്മൾ തലസ്ഥാനത്ത് കാണുന്നത്. ഞാൻ നേരത്തെ നിന്നത് തമ്പാനൂരിലാണ് എങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം, കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന വഴി പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമാണ്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് വെള്ളം കയറി വന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടാലും അത് മഴ മാറി പെട്ടെന്ന് തന്നെ അത് വെള്ളം ഡ്രെയിനേജിലൂടെ ഇറങ്ങി പോകുന്നുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മളിവിടെ വന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇറങ്ങി അകത്ത് പോവുകയാണ്. അപ്പോൾ വെള്ളം അങ്ങനെ ഡ്രെയിനേജിലൂടെ ഇറങ്ങി പോകുന്നൊരു സംവിധാനമുണ്ട്. പക്ഷേ മഴ മാറുന്നില്ല. ഇപ്പോൾ നേരിയ ശമനമുണ്ട്. പക്ഷേ വീണ്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ മഴ കൂടുതൽ ശക്തിപ്പെടാൻ തന്നെയുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് ഉള്ളത്. അതേസമയം അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അടുത്ത 3 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു അലേർട്ടാണ് ഈ ഓറഞ്ച് അലേർട്ട്. അതേസമയം 10 മണിയോടുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾ, മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും കൂടുതൽ ജില്ലകളിലേക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള നാശനഷ്ടം തിരുവനന്തപുരത്ത് ഈ മഴക്കെടുതിയിൽ ഉണ്ടായിട്ടില്ല. മഴ പെയ്യുന്നതോടുകൂടി വലിയ മഴക്കെടുതികൾ ഉണ്ടായിട്ടില്ല. ഇവിടെയായിട്ട് ചെറിയ വെള്ളക്കെട്ട് ഉള്ളതൊഴിച്ചാൽ മറ്റ് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പൂജപ്പുര കേശവൻ നായർ റോഡിൽ കുറേയധികം വീടുകളിലേക്ക് പോകുന്ന വഴിക്ക് സമീപം മതിലിടിഞ്ഞിട്ടുണ്ട്. ആ മതിലിടിഞ്ഞ് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല. ആ മതിൽ ഇടിഞ്ഞത് ഇപ്പോൾ നീക്കം ചെയ്ത് അവിടുന്ന് കാൽനട യാത്ര അടക്കമുള്ള സാധാരണ നിലയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറേയധികം കടകൾ, ലോട്ടറി കട അടക്കമുള്ള ഇതിൻ്റെ സമീപത്തെ വെള്ളം കയറി നിൽക്കുന്നതാണ്. അതിനപ്പുറത്ത് നമുക്ക് കാണാം ആമയിഴഞ്ചാൻ തോടാണ്. ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് ഈ റോഡിൻ്റെ താഴെ സൈഡിലൂടെ ആമയിഴഞ്ചാൻ തോട് കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദയനീയമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇപ്പോഴും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയാൽ അവിടുന്ന് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ അവിടുന്ന് നമ്മൾ ഏതൊക്കെ ഡെറ്റോൾ സോപ്പിട്ട് കഴിയാലും ഒരുപക്ഷെ അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളമൊക്കെയാണ് ഇവിടേക്ക് കയറി വരുന്നത്. എന്തായാലും നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. ഇതിനെ ഒട്ടും ലാഘവത്തോട് കാണാൻ പാടില്ല. അങ്ങനെ മഴ മുന്നറിയിപ്പുകളുണ്ട്. തിരുവനന്തപുരത്ത് പൊന്മുടി ഇക്കോ ടൂറിസം അനിശ്ചിതകാലത്തേക്ക് കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനകത്ത് ജില്ലാ കളക്ടർ വ്യാപകമായിട്ടുള്ള വിമർശനം നേരിടുന്നുണ്ട്. 6:18 ജില്ലാ കളക്ടർ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അവധിയാണ് എന്നുള്ള വിവരം അറിയിച്ചത്. ഇപ്പോൾ പല കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് സ്കൂൾ ബസ്സിലടക്കം കയറിയതാണ്. ആ സമയത്താണ് ജില്ലാ കളക്ടറിൻ്റെ ഒരു അറിയിപ്പ് വരുന്നത്. അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം ജില്ലാ കളക്ടർ ഈ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിൻ്റെ പേരിൽ ഇപ്പോൾ പഴി കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ ഒരു നേരിയ ശമനമുണ്ട്. പക്ഷേ അപ്പോഴും കാർമേഘം എങ്ങും പോയിട്ടില്ല, മേളിൽ തന്നെ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുകയാണ്. അങ്ങനെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെയുള്ള ഒറ്റപ്പെട്ട വ്യാപകമായിട്ടുള്ള മഴ പെയ്യും. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക. മഴയാണ്, മഴക്കെടുതികൾ ഉണ്ടാവാം,
വെള്ളക്കെട്ടിൽ ഇറങ്ങുന്ന ആളുകൾ ഇപ്പോൾ ഞാനത് എന്നോട് തന്നെ പറയുകയാണ്. കാരണം ഇനിയിപ്പോൾ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഞാൻ എന്തായാലും ഒരു ഡോക്സി സൈക്കിൾ വാങ്ങി കഴിക്കേണ്ടി വരും. കാരണം മഴക്കെട്ടിലേക്ക് ഇറങ്ങുകയാണ്. അത് ഇനി എനിക്കും ഇങ്ങനെ ഒരു പ്രതിരോധം സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. കാരണം നേരത്തെ മഴ ലൈവല്ലേ, മഴക്കെട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ സൈഫിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, ഷിജോ അല്ലേ കഴിഞ്ഞ തവണ എലിപ്പനിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതെന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെയാണല്ലോ എന്ന് ഓർത്തത്. എന്തായാലും അങ്ങനൊരു പേടിയും ഭയവും ഒക്കെ ഉണ്ട്. ആ ജാഗ്രത എല്ലാവരും കാണിക്കുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. സൈഫു, ജിൽസി.